അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണിത്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയെങ്കിൽ വീണ്ടും വീണ്ടും റെഡിയാക്കി കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുപോലെ മന്തി റെഡിയാക്കിയെങ്കിൽ. ഈ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡിയാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് മന്തി റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് നേരത്തെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മല്ലിയിലയും പുതിനയിലയും ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളകും അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാവേ. മിക്സി ചെറിയ പ്രശ്നമായിട്ടാണ് ഞാൻ ചതയ്ക്കുന്ന കല്ലിലിട്ട് കൊടുത്തത്. ഇനി അത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണേ, കാശ്മീരി മുളക് പൊടിയാണ്, കളറിന് വേണ്ടിയിട്ടാണ്. 1 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ചെറിയ ജീരകമാണ് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. നിറച്ചും ചേർക്കണേ. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അളവ് പറയുകയാണെങ്കിൽ. ഇനി 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇനി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചതച്ച് ചേർത്താലും കുറച്ചുകൂടെ ചേർക്കണം, അതുകൊണ്ടാണ് അരിഞ്ഞ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് അര സ്പൂണോളം ചേർക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് കാൽ വെച്ച് അര സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എടുത്തപ്പോൾ അത് ഇതായിപ്പോയേ. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല പൗഡറാണ് വേണ്ടത്. അര ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റെഡി ആക്കുകയാണെങ്കിൽ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഒരുപാട് പൗഡറൊക്കെ ചേർക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത്. ക്യൂബ് ഞാൻ 2 കട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഉപ്പില്ലാത്തതാണെങ്കിൽ, ഉപ്പുള്ളതാണ് കിട്ടുന്നത് എങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക, നിറച്ചും വേണേ. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഏലക്ക 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ചേർത്തെങ്കിൽ നല്ലൊരു കളർ നമ്മുടെ മന്തിക്ക് കിട്ടും. അപ്പോൾ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 20 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി 1 മണിക്കൂറുണ്ട്, സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടും, മസാല പിടിക്കും. സമയം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ 10 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് വേവിക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടണേ. പിന്നെ ഞാനത് ചോറ് വെക്കാൻ പോവാണ്. ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കനാരങ്ങയും 2 പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എല്ലാം ഇട്ടതിന് ശേഷം അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആദ്യം നമ്മൾ വെക്കുമ്പോൾ കൂട്ടി വെക്കണം, എന്നിട്ട് വേണം തീ കുറച്ച് വെക്കാൻ. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു സൈഡ് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പറയുന്നത്. ക്യാപ്സിക്കം ഈ സമയം വേണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ മന്തിക്ക്. അപ്പോൾ 1 ക്യാപ്സിക്കം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ചോറിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം ചിക്കനിൽ നിന്ന് കുറച്ച് ആ ഗ്രേവി നമുക്ക് മാറ്റി വെക്കണം, ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2-3 സ്പൂണ് ആ ഓയിലും വെള്ളമൊക്കെ ആയിട്ടുള്ള നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ചേർക്കുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഞാനതെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കളറില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കളറില്ലാതെ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. 1/4 വേവാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/4 വേവിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഓയിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക. വെന്ത് പോകരുത് ഒരുപാട് ചോറ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മാറ്റിയെടുത്ത ആ ഓയിലും കൂടെ ആ കളറൊക്കെ ഉള്ളത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് പച്ചമുളകും കൂടെ കുത്തി വെച്ച് കൊടുക്കുക. ഞെട്ട് കളയണ്ട, അപ്പോൾ ഒരുപാട് എരിവ് ഇറങ്ങുകയില്ല. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, പച്ചമുളക് കുത്തി വെച്ചാൽ. എന്നിട്ട് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് തീ കുറച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വീണ്ടും ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ മിക്സ് ചെയ്ത് ചോറ് എടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മന്തി നമുക്ക് വിളമ്പി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. മയോണൈസ് ഇല്ലെങ്കിൽ പോലും തക്കാളി ചട്നി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ മിക്കപ്പോഴും തക്കാളി ചട്നി മാത്രം റെഡിയാക്കാറുള്ളൂ. ഇന്ന് മയോണൈസും കൂടെ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ മയോണൈസ് ഉണ്ടെങ്കിലും ടേസ്റ്റാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കഴിക്കുക, ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.